നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴും രമേശല്ലേ ഇപ്പൊ ഒരെണ്ണം അടിച്ച് ഇതിന്റെ മുകളിൽ അടിക്കണല്ലോ. ശ്രദ്ധിച്ചാ മതി കെയർഫുള്ളായി ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവും. എപ്പോഴും ബാക്കിയുള്ളവരുടെ തമാശക്ക് ചിരിക്കൂല. ഞാന് വളരെ പണ്ട് നിന്റെ ഒബ്സർവേഷൻ കേട്ടോ. ഞാനും ധർമ്മനും ഒക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് തന്നെ ബ്ലഫ് മാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുവാന്ന് മനസ്സിലാവില്ല. അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടുകൊള്ളുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞു തീരുന്ന വരെ ഞാൻ മിണ്ടിയിട്ടില്ല. നീ പറഞ്ഞു തീരുന്ന വരെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നത് സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എൻ്റെ തലയിലെ ഏതോ ഞെരമ്പിൽ കൂടെ ഒക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. ഇതെന്റെ തട്ടമാണ് കിങ്. നീ എടുത്തോ. നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നീ കാരണമല്ലേ ഇപ്പൊ കപ്പൽ മുതലാളി പിന്നെ വന്നത്. പിന്നെ നീ അല്ല രാജാവ് എന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നത്. കാരണം എന്റെ ഡിജിറ്റൽ ഫാൻസിന് വലിയ വിലയിലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞപ്പോ ഇത് വലിയ കാര്യം എടുത്തില്ല. അയ്യോ എന്റെ പൊന്നട സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷമൊക്കെ ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു സെഷൻ പോലെയാണല്ലോ. പിന്നെ നമ്മളെ ഈ പറയുന്ന നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ. കാരണം എത്ര പേര് സിനിമയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? സിനിമയെ കുറിച്ച് നമുക്കൊരു 5-10 വാക്കിൽ തീരും. അല്ലെങ്കിൽ അതെല്ലാരും വന്നിട്ട് എന്താ പറയുന്നത്? സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റൂല, ഇതിൽ ഇത്രേ പറയാൻ പറ്റൂ, ഇങ്ങനെയല്ലേ പറയുള്ളൂ, ഇതൊരു ഇങ്ങനെയാണ്. അപ്പൊ ബാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും. ബാക്കിയുള്ളത് വെറും ചിറ്റ് പോലത്തെ കോൺവെർസേഷൻ ആണ്, കാഷ്വൽ കോൺവെർസേഷൻ. നീ പറഞ്ഞ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കണമല്ലോ. ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലയിലൊരു സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പണ്ട് ഇത് ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും